വെൽക്കം ബാക്ക് ടു ഫത്തോസ് കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണോ? നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് ഹോളിഡേയ്സ് എങ്ങനെ പോകുന്നു? അപ്പം ഇന്ന് നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉമ്മ എപ്പോഴും ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പ്ലം കേക്ക് കുറച്ച് പേർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷേ എന്നാലും നിങ്ങൾ ചിലപ്പോൾ ഇതിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ വാച്ച് ചെയ്യുക. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ ഉമ്മ ഇതിന് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്? അപ്പോൾ അത് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, അത് പിന്നെ ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലാക്ക് കളർ മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളുടെ നോർമൽ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കതിലോട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ആണെങ്കിലും ആഡ് ചെയ്യാം. ഇതിപ്പോൾ ബ്ലാക്ക് കളറാണ്. ഇതെല്ലാം ഞാൻ 1/4 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്ര ആഡ് ചെയ്യാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എത്ര സമയം സോക്ക് ചെയ്യാൻ വെക്കണം അമ്മ? ഇതിപ്പോൾ നമ്മൾ ഒരു ഫുൾ ഡേ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സോക്ക് ചെയ്യാതെ ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ മുന്നേ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ സോക്ക് ചെയ്ത് കൂടുതൽ ടൈം വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 2 days ഒക്കെ വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നൊരു കാര്യം, നിങ്ങൾക്ക് ചെറി കിട്ടുകയാണെങ്കിൽ ചെറിയും കൂടെ ഇതിന് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളിവിടെ ദുബായിൽ മേടിച്ച ചെറിയൊന്നും അത്ര കൊള്ളൂല, ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി കൊടുക്കാം. നമുക്കിത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇത് പുറത്ത് വയ്ക്കരുത്, ഫ്രിഡ്ജിൽ വേണം വെക്കാൻ. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഓറഞ്ചിൻ്റെ പീലാണ് വേണ്ടത്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. ഇതിൽ ഈ പീൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലുള്ള ആ തൊലി മാത്രമേ പാടുള്ളൂ. അതിനകത്തുള്ള ആ വൈറ്റ് കളർ പോർഷൻ വരാൻ പാടില്ല, എന്നാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഒരു ടീസ്പൂണോളം മതി കേട്ടോ. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. ഇതൊരു 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു കപ്പ് ഷുഗർ വേണം. അപ്പോൾ നമ്മളുടെ ഷുഗറിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ അത് ഷുഗർ സിറപ്പാവും. അപ്പോൾ നിങ്ങൾ എടുത്താൽ അത് ശരിയാവില്ല, സെറ്റായി പോവും. അപ്പോൾ ഇതെന്താണ് ഉമ്മ ആഡ് ചെയ്ത്? സെറ്റായി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇത് കുറച്ച് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ദൂരോട്ട് നിന്ന് ഒഴിക്കണം, എങ്കിൽ പുറത്തൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാറി നിന്ന് ഒഴിക്കണം. ഇനി ഇത് നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബട്ടർ ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യുന്ന കണക്കെടുക്കാം. ഇപ്പം നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത്, ഇതൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നേരത്തെ കാരമലൈസ് ചെയ്തെടുത്ത് ഇപ്പോൾ 1/2 കപ്പ് പൊടിച്ചത് നമ്മളിതിലോട്ട് ആഡ് ചെയ്യാണ്. കുറേശ്ശെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യണം, നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരുമിച്ചിടണ്ട, കുറച്ചിട്ടാൽ മതി. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് 1 ടേബിൾ സ്പൂൺ ഷുഗറിൽ ഒരു ചെറിയ പീസ് പട്ട, ഒരു ഏലക്ക, പിന്നെ നമ്മൾ ജാതിക്കയില്ലേ അതിൻ്റെ ഒരു ചെറിയ പീസ്, എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യണം. ഇതാണ് നമ്മളെ പ്ലം കേക്കിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നൽകുന്നത്. ഇപ്പം നന്നായിട്ടിത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മുട്ടയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു മുട്ട ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് രണ്ടാമത്തെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ഇതിപ്പോൾ 2ാമത്തെ മുട്ടയാണ്, നമുക്കിത് ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓൾ പർപ്പസ്
ശീശുവിന് തെറ്റിപ്പോയതാണ്. മൈദ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 250 ഗ്രാം 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് നന്നായിട്ട് അരിച്ചെടുക്കണം ഒരു 2-3 പ്രാവശ്യം. അല്ലെങ്കിൽ നന്നായിട്ട് വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്താലും മതി. നിങ്ങൾക്കറിയാവോ, പണ്ടത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ ഇതേപോലെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ആഡ് ചെയ്ത ഫ്ലോറിൽ നമ്മൾ 1 നുള്ളി ഉപ്പ് ഇട്ടിരുന്നു. ഇപ്പം നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോർ ആഡ് ചെയ്ത് നമുക്ക് ഓൾ പർപ്പസ്. ഇനി ശീശു പറയണ്ട, ഇനി ഞാൻ പറയാം കേട്ടോ ശീശു. ഓക്കെ. ഈ മൈദ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട. ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു തടി കൊണ്ടുള്ള തവിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ സോക്ക് ചെയ്തെടുത്ത ജ്യൂസ് ഉണ്ടല്ലോ, നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യാൻ വെച്ചാൽ അതിനുള്ള ആ ജ്യൂസും പിന്നെ കാരമലൈസ് ചെയ്ത ഷുഗറും നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ ഫ്ലോറ് മിക്സ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ നിന്ന് മാറ്റിയെടുക്കണം. നമ്മൾ ചോറ് വെള്ളത്തിൽ നിന്ന് മാറ്റിയില്ലേ, അതുപോലെ. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ മൈദ മാവ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. മൈദ മാവ് ചേർത്തില്ലെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അങ്ങ് ഏറ്റവും താഴെയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ പീലില്ലേ, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മൈദ മാവിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് നമുക്ക് അതിൻ്റെ മുകളിലിടാനും കൂടെ മാറ്റി വയ്ക്കണം. ഇതൊന്നും എന്തായാലും നിങ്ങൾ ബീറ്റർ വെച്ച് ചെയ്യരുത്. ഇനി നമുക്ക് ഇതൊന്ന് സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള സമയമായി. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ, ഇതിപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് സോൾട്ട് ഇട്ടിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓവനിലാണെങ്കിൽ മുന്നേ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കൊരു മോൾഡിലോട്ട് ഇതൊന്ന് ഒഴിച്ച് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മളുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. ഈ മോൾഡിൽ നമ്മൾ കുറച്ച് ഓയിൽ തേച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മൈദമാവ് ഡസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പം നമ്മളുടെ ബാറ്റർ നമുക്ക് അതിലോട്ട് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ സ്റ്റൗ ടോപ്പിലായതുകൊണ്ട് ഒരു 40-45 മിനിറ്റോളം ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നിത് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ജസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് മുകളിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊരു ചെറിയൊരു സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ആ വെള്ള കളർ സാധനം എന്താണെന്നമ്മ? അത് ഉപ്പ്. ഇത് ഇടയ്ക്ക് തുറന്നൊന്നും നോക്കരുത്. ഇത് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ബേക്കായി തുടങ്ങുമ്പോൾ. ആ സമയത്ത് മാത്രമേ ഇത് തുറക്കാവുള്ളൂ, അല്ലാതെ ഇടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്യരുത്. പിന്നെ അതിലൊരു ചെറിയ ഹോളുള്ളത് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ കേക്കൊക്കെ ബേക്കായിട്ടുണ്ട്. അപ്പം നമ്മളുടെ കേക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊക്കെ കണ്ടോ, നല്ല പ്ലം കേക്കിൻ്റെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം നമ്മളുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ക്രിസ്മസിന് ന്യൂ ഇയറൊക്കെ വരെയല്ലേ, അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. മെരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.